അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ഇന്ന് എവിക്ഷനായി പോയിരിക്കുന്നത് നമ്മുടെ ശാരികയാണ്. ശാരിക ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പ്രേക്ഷകർക്കായാലോ ബിഗ് ബോസ് വീടിനകത്തായാലോ വലിയ ഞെട്ടലുണ്ടാക്കുന്ന കാര്യമല്ല. കാരണം അവിടെ പ്രത്യേകിച്ച് ഒന്നും അവിടെ സ്വന്തമായ ഒരു സ്ഥാനവും കണ്ടെത്തിയിട്ടില്ല, സ്വന്തമായിട്ട് ഒരു ഗെയിമും കളിച്ച ഒരാളല്ല ശാരിക. പക്ഷേ ശാരിക എവിക്റ്റഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരാൾ പൊട്ടിക്കരയുന്നുണ്ട്. അത് നമ്മുടെ രേണുസുതിയാണ്. ഭയങ്കരമായിട്ട് വലുതായി കരയുന്നൊക്കെയുണ്ട്. ബാക്കി എല്ലാവർക്കും സങ്കടമുണ്ട്, ചെറിയ വിഷമമൊക്കെ ഉണ്ടെങ്കിലും രേണുസുതി ഭയങ്കര ഓവറാക്കി കരയുന്ന പോലെ ഫീലായി. എന്നിട്ട് ശാരിക രേണുസുതിയുടെ കരയണ്ട, ഞാൻ കരയൊന്നുമില്ല, അത് സിമ്പിളായിട്ട് ജസ്റ്റ് ഒന്ന് ആശ്വസിപ്പിക്കാൻ നോക്കി. രേണുസുതി അപ്പോൾ ക്യാമറ സ്പേസ് കിട്ടാൻ എന്താ പറയുക, ക്യാമറയിൽ ഒന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ചെയ്ത പോലെ ഫീലായി. അപ്പോൾ തന്നെ ശാരിക ഞാൻ കരുതുന്നില്ല, അതിൻ്റെ അത് ഇഗ്നോർ ചെയ്യാതെ തന്നെ ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ച് അവർ പുറത്തേക്ക് പോകാൻ വേണ്ടി പോകണം. അപ്പോൾ ആ പുറത്ത് ഇറങ്ങുന്ന അവിടെ വന്നിട്ട് രേണുസുതി മാത്രം കരയുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് ഫോട്ടോ എടുക്കുന്ന സമയത്ത് രേണുസുതി മാത്രം കരയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോഴും രേണുവിന് വലിയ കാര്യമായി എടുക്കാതെ നമ്മുടെ ശാരിക പുറത്ത് പോയി ലാലേട്ടൻ്റെ അവിടെ നിന്ന് പഴയ വീഡിയോസ് ഒക്കെ കണ്ടതിന് ശേഷം ഉള്ളിലുള്ള കണ്ടസ്റ്റൻസിനെ കാണുന്ന സമയത്ത് എല്ലാവരോടും ഹായ് ബായ് എന്നൊക്കെ പറഞ്ഞതിന് ശേഷം രേണുവിനോട് പറയുന്നത് കരയേണ്ട രേണു, അടുത്ത വീക്ക് എവിക്റ്റഡ് ആണ്, പുറത്തേക്ക് വരാനുള്ളത്, നമുക്ക് പുറത്തുനിന്ന് കാണാമെന്നുള്ള രീതിയിൽ ഒരു താങ്ങും കൂടി കൊടുക്കുന്നത്. അതായത് വലിയൊരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരാളായിരുന്നെങ്കിൽ വിജയിക്കോ കപ്പും കൊണ്ട് വാങ്ങല്ലേ പറയേണ്ടിയിരുന്നത്. ഒരു താങ്ങിയതുപോലെ കണ്ടപ്പോൾ ഓൾറെഡി രേണുമായിട്ട് അതിന്റെ അകത്തായാലും വലിയൊരു അറ്റാച്ച്മെന്റ് ഒന്നും അവർ കണ്ടില്ല. പക്ഷേ ഒരു എന്താ പറയുക, ഒരു ക്യാമറ സ്പേസ് ഒക്കെ കിട്ടിക്കോട്ടെ അത് രേണു ഒന്ന് അറിഞ്ഞു കാര്യമില്ല. കാരണം ഈ എപ്പിസോഡിലൊന്നും ലാലേട്ടൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായത്. അപ്പോൾ ഫോക്കസ് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് ശരിക്കും രേണുസുതി. അത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യുക. കൂടുതൽ അപ്ഡേഷനുമായി വീണ്ടും കാണാം.